വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് രസ്മലായി എന്നൊരു വിഭവമാണ്. ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഫേവറേറ്റ് സ്വീറ്റ് ഡിഷാണ്. നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം. ഒന്ന് പനീർ വെച്ചിട്ട് ചെയ്തെടുക്കാം, അതുപോലെ ബ്രെഡ് റോൾ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഇത് തയ്യാറാക്കാനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ഷുഗർ, ഇനി 1/2 കപ്പ് മിൽക്ക് പൗഡർ പാൽപ്പൊടി, പിന്നെ കുറച്ച് ബദാം. ഈ ബദാമിൻ്റെ കൂടെ നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കാഷ്യൂ, പിസ്ത ഇതൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആൽമണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ബ്രെഡ് റോളിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന റബ്ദി തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 500 ml പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് കുറുക്കി പകുതിയാക്കി വറ്റിച്ചെടുക്കണം. ഇനി ഈ പാലൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ്. 1/4 കപ്പ് ഷുഗറാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് നന്നായി കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ എത്ര പാലാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി ആകുന്നത് വരെ ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ഈ രസ്മലായിക്ക് ഒരു ലൈറ്റ് യെല്ലോ കളർ ഷെയ്ഡാണ് ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുഡ് കളർ ചേർത്താലും മതി. ഇതാ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ റബ്ദിയുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തണുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ചതാണ്. ഈ ബ്രെഡ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് പാല് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ മിക്സ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്യാൻ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്കൊരു മാവ് പരുവത്തിലാക്കിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിലിട്ട് ഉരുട്ടാൻ പാകത്തിനുള്ളൊരു മാവായിട്ട് കിട്ടും. ഇതിപ്പോൾ പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് ഞാനിത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് റോൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ 6 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോൾ ചെയ്യുന്ന സമയത്ത് ഈ ബ്രെഡ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കനം കുറച്ചെടുക്കണം. അതിനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രെഡിൻ്റെ കനം ഒന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഫില്ലിങ്ങിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് സ്ലൈസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെയൊന്ന് റോൾ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിത് കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ബ്രെഡും ഒപ്പം ഒന്ന് പിടിച്ച് ചുരുട്ടിയെടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിതിനെടുക്കുന്ന ബ്രെഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബ്രെഡ് തന്നെ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അതുപോലെ നമ്മൾ 6 സ്ലൈസ് ബ്രെഡും ഫില്ലിംഗ് ഒക്കെ വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്താ നമ്മൾ
നമ്മുടെ ബ്രെഡ് ഫില്ലിങ്ങും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റബ്ദി ബ്രെഡ് ഫില്ലിങ്ങിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് കൂടെ തന്നെ ഞാൻ കുറച്ച് ബദാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ബ്രെഡ് റോള് നമ്മൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ റബ്ദി നമ്മൾ ഈ ബ്രെഡ് റോളിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കുക. ബ്രെഡ് റോളിൻ്റെ എല്ലാ വശവും നന്നായി കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ റബ്ദി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്ന് ബ്രെഡ് റോൾ നന്നായി കുതിർന്ന് കിട്ടണം, എന്നാലേ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ജ്യൂസി ഫീൽ കിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് നമുക്ക് ബദാം നീളത്തിൽ കട്ട് ചെയ്തതും കൂടി മുകളിലൊന്ന് വിതറി കൊടുത്തിട്ട് സെർവ് ചെയ്യാം. നമ്മൾ രസ്മലായി വിത്ത് ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും അത്യാവശ്യം ഒരു സ്വീറ്റ് വിഭവമാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാവും. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പാൽ വെച്ചിട്ട് നമ്മൾ മറ്റു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറില്ലേ, പായസം, പുഡിങ്ങൊക്കെ, അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമായിരിക്കും ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നട്ട്സൊക്കെ എടുക്കുന്ന സമയത്ത് രസ്മലായിൽ നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കാഷ്യൂ, പിസ്ത, ബദാം എല്ലാം നമുക്ക് ഒന്നിച്ചും ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. രസ്മലായി റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.